എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ, നമുക്ക് എല്ലാവർക്കും അറിയാം ഡോക്ടർ രജിത് കുമാർ സാറിനെ കുറിച്ചിട്ട്. അദ്ദേഹം നേരത്തെ ബിഗ് ബോസിൽ ഉണ്ടായിരുന്ന ഒരാൾ കൂടിയായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് ബിഗ് ബോസിലുള്ള ഇപ്പം നടക്കുന്ന ഒന്ന് രണ്ട് തെറ്റുകളെ അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതിലേറ്റവും എനിക്ക് ശ്രദ്ധേയമായി തോന്നിയ ഒരു കാര്യം എന്ന് വെച്ചാൽ അനുമോളെ കുറിച്ചിട്ട് അദ്ദേഹം പറഞ്ഞതാണ്. ശരിക്കും പറയുകയാണെങ്കിൽ ഡോക്ടർ രജിത് കുമാർ സാർ ഇവിടെ പറഞ്ഞത് എന്താണെന്ന് നമുക്കൊന്ന് കേട്ടിട്ട് വരാം. സീസൺ 7 ഒരു കണ്ട മറ്റൊരു അനീതി അധർമ്മം, അത് ബിഗ് ബോസ് അധികൃതരിൽ നിന്ന് കണ്ട അനീതി എനിക്ക് രേഖപ്പെടുത്തേണ്ടിയിരിക്കുന്നു. കാരണം ബിഗ് ബോസ് ഷോയ്ക്ക് തകർച്ച ഉണ്ടാകാതിരിക്കാൻ വേണ്ടി പറയുന്നു. ഒരുപക്ഷെ ബിഗ് ബോസ് ചരിത്രത്തിൽ ആദ്യമായി പാവ വെച്ച് കളിച്ച ഒരു വ്യക്തി ഞാൻ തന്നെയായിരിക്കും. അത് മനഃപൂർവ്വം എല്ലാ സാഹചര്യം അത് ഉണ്ടായതുകൊണ്ടും, കൂടാതെ ആ പോപ്പി പാവ ബിഗ് ബോസ് അധികൃതർ എല്ലാ മത്സരാർത്ഥികൾക്കും കൊടുത്തതാണ്. ആ ഷോയിൽ കിട്ടിയ പാവ വെച്ചാണ് കളിച്ചത്. എന്നാൽ സീസൺ 7 പല മത്സരാർത്ഥികളുടെ വീട്ടിലും സ്വന്തമായിട്ട് പലതരം ടോയ്സുകളും പാവകളും ഒക്കെ ഉണ്ടാവും. പക്ഷേ അനുമോൾ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന പാവ ഉപയോഗിച്ച് ബിഗ് ബോസ് ഹൗസിനകത്ത് കളിക്കുന്നതും കണ്ടന്റ് ഉണ്ടാക്കുന്നതും അത് അനീതിയാണ്, അത് അധർമ്മമാണ്, അത് മറ്റുള്ള മത്സരാർത്ഥികളോട് ചെയ്യുന്ന അനീതിയാണ്. ഞാനൊരു കഴുത്തിൽ മാലയിട്ട് വന്നിട്ട് പോലും സീസൺ 2 അതെല്ലാം പുറത്തെടുക്കുകയും ഒന്നും അകത്തേക്ക് കൊണ്ടുപോകാനായിട്ട് സമ്മതിച്ചിരുന്നില്ല. അങ്ങനെ വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന ഒരു വസ്തുക്കളും അകത്തേക്ക് പ്രവേശിപ്പിക്കാതെ, ഡ്രസ്സ് ഒഴിച്ച് ബാക്കി ഒന്നും പ്രവേശിപ്പിക്കാത്ത ഒരു അവസ്ഥ ഉള്ളപ്പോൾ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ടെഡി ബെയർ ഉപയോഗിച്ച് അനുമോൾ പാവ വെച്ച് കളിക്കുന്നത് അനീതിയാണ്. അനുമോൾ വിജയിക്കാതിരിക്കുകയോ ചെയ്യട്ടെ, അതൊക്കെ ജനങ്ങൾ പ്രേക്ഷകർ തീരുമാനിക്കും. പക്ഷേ ഞാൻ കണ്ട അധർമ്മം അനീതി. അതുകൊണ്ട് ബിഗ് ബോസ് അധികൃതർ എത്രയും പെട്ടെന്ന് തന്നെ അനുമോളുടെ കയ്യിൽ നിന്ന് വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ആ പാവ തിരിച്ചു പിടിച്ചെടുത്തു വെക്കേണ്ടതാണെന്ന് ഉള്ളതാണ് എന്റെ ഒരു അപേക്ഷ. അത് മറ്റു മത്സരാർത്ഥികളോട് ചെയ്യുന്ന നീതിയാണ്. നമ്മുടെ രജിത് സാർ പറഞ്ഞ കാര്യവുമായിട്ട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? ശരിക്കും അദ്ദേഹം പറഞ്ഞത് വളരെ സത്യസന്ധമായിട്ടുള്ള ഒരു കാര്യമാണ്. അദ്ദേഹം ബിഗ് ബോസിനുള്ളിലേക്ക് പോയിട്ടുണ്ടായിരുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ കഴുത്തില് ഒരു മാലയുണ്ടായിരുന്നു. ആ ഒരു മാല പോലും ബിഗ് ബോസിന്റെ ഹൗസിനുള്ളിലേക്ക് ഇട്ട് കയറാനായിട്ട് അദ്ദേഹത്തെ അനുവദിച്ചിട്ടുണ്ടായിരുന്നില്ല. അതിന്റെ കാരണം എന്ന് വെച്ചാല്, ബിഗ് ബോസ് വീടിനുള്ളിൽ കയറണമെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് കൊണ്ടുവരുന്ന സ്വന്തം വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന വസ്ത്രങ്ങളോ ചെരുപ്പുകളോ അതുപോലെ ഇന്നേഴ്സ്, അതുപോലെ തന്നെ മെഡിസിൻ, ഇതൊക്കെ മാത്രമേ ബിഗ് ബോസ് വീട്ടിനുള്ളിൽ കൊണ്ട് കയറാൻ പാടുള്ളൂ. അതല്ലാതെയുള്ള ഒരു സാധനങ്ങളും ബിഗ് ബോസ് വീട്ടിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കുകയില്ല. അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തില് അദ്ദേഹം ഇട്ടോണ്ട് വന്ന ഒരു മാല പോലും അദ്ദേഹത്തിന് കൊടുക്കാതിരുന്ന സാഹചര്യത്തില് ഇപ്പൊ അനുമോളുടെ കയ്യിൽ ഇരിക്കുന്ന പാവയെന്ന് പറയുന്നത് അനുമോള് വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. എന്നാൽ ഈ പാവയുടെ ഗെയിം നമുക്ക് എല്ലാവർക്കും അറിയാം. ആ ഫസ്റ്റ് തുടങ്ങി വെച്ചത് രജിത് സാറ് തന്നെയാണ്. അതിനെപ്പറ്റി അദ്ദേഹം തന്നെ പറയുന്നുമുണ്ട്. അപ്പോൾ നമുക്ക് ചിന്നു എന്ന് പറയുന്ന ആ ഒരു പാവയുടെ കാര്യം നമുക്കറിയാലോ. അപ്പോൾ ആ ഒരു പാവ ബിഗ് ബോസ് കൊടുത്ത പാവ വെച്ചിട്ടായിരുന്നു അദ്ദേഹം കണ്ടന്റ് ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. അതേസമയം നമ്മുടെ അനുമോൾ ആണെങ്കിൽ വീട്ടിൽ നിന്നാണ് ഈ പാവയും ചുമന്നുകൊണ്ട് വന്നിരിക്കുന്നത്. എന്ത് അടിസ്ഥാനത്തിലാണ് ബിഗ് ബോസ് അനുമോൾക്ക് ആ ഒരു പാവ കൊണ്ട് ഗെയിം കളിക്കാനായിട്ട് മൗനാനുവാദം നൽകുന്നതെന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അത് നിങ്ങൾക്ക് ഒരു റോങ് ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് തോന്നുന്നില്ലേ? എനിക്ക് തോന്നുന്നുണ്ട്. അനുമോളെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ തല കൊണ്ടുപോകാനായിട്ട് നടക്കുന്ന കുറെ ആളുകളുണ്ട്. കാരണം ഭയങ്കര ഫാൻസ് ആണ് അനുമോൾക്ക്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഫാൻസ് ഒരുപാട്, ഏറ്റവും കൂടുതൽ ഫാൻസ് ഉള്ളത് അനുമോൾക്ക് തന്നെയാണ്. കാരണം അവർ 10-12 വർഷമായിട്ട് ഈ സിനിമയും TV ഷോയുമായിട്ട് ബന്ധപ്പെട്ട മേഖലകളിൽ വർക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ അനുമോളെ ഒരുപാട് ആളുകൾക്ക് ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അനുമോളെ കുറിച്ചിട്ട് നമ്മൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഈ രേണു സുധിയെ കുറിച്ച് പറയുന്നത് പോലെയാണ്. ആക്രമിക്കാനായിട്ട് ഇങ്ങനെ കാക്കപ്പടകൾ ഇങ്ങനെ വരും. കാക്കപ്പടകൾ എന്ന് വെച്ചാൽ നമ്മൾ മറ്റ് മതവിഭാഗത്തെയൊന്നും ഉൾപ്പെടുത്തിയല്ല പറഞ്ഞത്. കലപില കുറെ എണ്ണം വരും, അതേ ഉദ്ദേശിച്ചിട്ടുള്ളൂ. അപ്പോൾ എന്ന് പറഞ്ഞാൽ പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇങ്ങനെ വരുന്നതിന് മുമ്പ് നമ്മൾ പറയുന്ന കാര്യത്തിൽ എന്തെങ്കിലും വാസ്തവമുണ്ടോ എന്ന് കൂടി നിങ്ങൾ നോക്കുന്നത് വളരെ നന്നായിരിക്കും. അതായത് മറ്റുള്ളവർക്ക് വീട്ടിൽ നിന്നും കൊണ്ടുവരാൻ പറ്റില്ലാത്ത കാര്യം അതെങ്ങനെ അനുമോൾക്ക് കൊണ്ടുവരാൻ സാധിച്ചു? അനുമോള് ബിഗ് ബോസിനുള്ളിൽ വന്നപ്പോൾ വീട്ടിൽ നിന്നും കൊണ്ടുവന്ന ആ ഒരു പാവയെ എന്തിനാണ് അനുമോൾക്ക് അവിടെ വെച്ചിട്ട് ഗെയിം കളിക്കാനായിട്ട് ബിഗ് ബോസ് കൊടുത്തത്? അപ്പോൾ ബിഗ് ബോസിന്റെ അജണ്ടയിൽ വല്ലതും ഇനി ഈ ഒരു ഫ്ലാറ്റ് എന്ന് പറയുന്ന ഇത് നമ്മുടെ അനുമോൾക്ക് കൊടുക്കണം എന്ന് വല്ല തന്ത്രം ഉണ്ടായിരുന്നോ ബിഗ് ബോസിന് എന്നൊക്കെ സാധാരണപ്പെട്ട ജനങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും ഇങ്ങനെയൊക്കെ കാണിക്കുമ്പോൾ. എനിക്ക് പറയാനുള്ളത്, ആ പാവ വെച്ചിട്ട് അനുമോള് കാണിക്കുന്ന കോമാളിത്തരങ്ങൾ കാണുമ്പോൾ ഭയങ്കരമായിട്ട് അരോചകത്വം തോന്നുവാണ്. കാരണം 10-32 വയസ്സുള്ളൊരു സ്ത്രീ ഒരു പാവ വെച്ച് കാണിക്കുന്ന ഗോഷ്ഠികളൊക്കെ കാണുന്നതിന് ഒരു മര്യാദയില്ലേ? ഒരു പാവ എവിടെ തിരിഞ്ഞാലും പുള്ളിക്കാരത്തിന്റെ കക്ഷത്ത് ഇങ്ങനെ ഇരിക്കും. വളരെ ബോറായിട്ടുണ്ട്. അത് കണ്ടിട്ട് ഒട്ടും സപ്പോർട്ട് ചെയ്യാനായിട്ട് തോന്നുന്നില്ല. നമ്മൾ സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ കാണുമ്പോൾ അതുപോലെ തന്നെ പറയും.
എന്ന് കരുതിയിട്ട് നമുക്ക് നീതിക്ക് നിരക്കാത്ത കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അതിനെതിരെ ശക്തമായിട്ട് പ്രതികരിക്കുക തന്നെ ചെയ്യും. അപ്പോൾ രജിത്ത് സാറ് പറഞ്ഞതിനോട് ഞാൻ 100% യോജിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളിൽ ഓരോരുത്തരുടെയും അഭിപ്രായം, നിങ്ങൾ രജിത്ത് സാറിന്റെ വാക്കുകളുമായിട്ട് യോജിക്കുന്നുണ്ടോ? നിങ്ങൾക്ക് അനുമോൾ ഈ പാവയും കൊണ്ട് കാണിക്കുന്ന ചേഷ്ടകൾ കാണുമ്പോൾ എന്താണ് തോന്നുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീണ്ടും മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.